ലോ ഓഫ് സെർട്ടനിറ്റി ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമായ ക്വാളിറ്റികളിൽ ഒന്ന്. ഞാൻ വർഗീസ് തരകൻ. ഇന്നത്തെ പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആണ് എങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ട്സിനെ, നിങ്ങളുടെ ലീഡ്സിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ കൺവേർട്ട് ചെയ്യുക എന്നത് അതായത് അവരുടെ പ്രോബ്ലത്തിന് തക്കതായ ഒരു സൊല്യൂഷൻ, ഒരു വാല്യൂ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുത്ത് പേഴ്സണലി അതെങ്ങനെ അവരെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൃത്യമായി നമ്മൾ അവരെ കൺവിൻസ് ചെയ്യുമ്പോഴാണ് ഒരു വാല്യൂ ഫീൽ ചെയ്യുന്നത്. ഇവിടെയാണ് ലോ ഓഫ് സെർട്ടനിറ്റി പ്ലേ ചെയ്യുന്നത്. ഒന്ന്, പ്രോഡക്റ്റ് സെർട്ടനിറ്റി. അതായത് നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ, നിങ്ങളുടെ വേർഡ്സിൽ കൃത്യമായ ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളുടെ പ്രോഡക്റ്റ് 100% അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് എന്നും അവർക്ക് അത് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നും അത് അവർക്ക് മനസ്സിലാകണമെങ്കിൽ കൃത്യമായ ആ ഉറപ്പാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ, നിങ്ങളുടെ വേർഡ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു സെർട്ടനിറ്റിയിൽ സംസാരിക്കുമ്പോൾ അവരെ കണക്ട് ചെയ്യാനും അവരെ ട്രസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റണമെന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട 2 രീതിയിലുള്ള ട്രസ്റ്റ് ഉണ്ട്. ഒരു സെയിൽസ്മാന്റെ ട്രസ്റ്റ് ഉണ്ട്, അതേ സമയത്ത് തന്നെ ഒരു കമ്പനിയുടെ ട്രസ്റ്റ് ഉണ്ട്. അതായത് സെയിൽസ്മാൻ ട്രസ്റ്റ്ഫുൾ ആണ് എന്ന് പ്രോസ്പെക്ട്സിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനും അദ്ദേഹം പറയുന്ന വാക്കുകൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജുകൾ, അദ്ദേഹം കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളെല്ലാം അയാളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് കമ്പനിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്ന വാക്ക്, ഇദ്ദേഹത്തിന്റെ സെർട്ടനിറ്റിയാണ് കമ്പനിയുടെ സെർട്ടനിറ്റി, ഇദ്ദേഹത്തിന്റെ സെർട്ടനിറ്റിയാണ് പ്രോഡക്റ്റിന്റെ സെർട്ടനിറ്റി. ആ ഒരു ഉറപ്പാണ് കസ്റ്റമറിന് കൊടുക്കേണ്ടത്. സാർ, ഇത് 100% ഉറപ്പാണ്, അത് എൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ കസ്റ്റമറിന് അവിടെ ഒരു ഉറപ്പ് കിട്ടുകയാണ്. അത് കിട്ടിയാൽ മാത്രമേ കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും അതിനനുസരിച്ച് നമ്മളിലേക്ക് ഒരു ഇൻകം ഫ്ലോ ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് ബോഡി ലാംഗ്വേജിന്റെ ഒരു പവർഫുള്ളായ ഇൻവോൾവ്മെന്റ് വരുന്നത്. അതായത് നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ഒതുങ്ങിക്കൂടി അയ്യോ പാവം എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായ ഒരു സെർട്ടനിറ്റി കൊടുക്കാൻ നമ്മുടെ വാക്കുകൾക്കോ നമ്മുടെ ബോഡി ലാംഗ്വേജിനോ പറ്റത്തില്ല. അതേ സമയത്ത് തന്നെ ഒരു ചേരാത്ത ഡ്രസ് കോഡ് നമ്മൾ ഇട്ട് ഒരു കസ്റ്റമറോട് സംസാരിച്ചാൽ പോലും അവിടെ ഒരു സെർട്ടനിറ്റി ഫീൽ ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ ഇടുന്ന ഡ്രസ് കോഡ് അത് കൃത്യമായി നിങ്ങളുടെ ബോഡിക്ക് ഫിറ്റ് ആകുന്ന രീതിയിൽ കൃത്യമായി ഷേവ് ചെയ്ത് ട്രിം ചെയ്ത് കസ്റ്റമർ നിങ്ങളെ കാണുമ്പം കസ്റ്റമറിന് ഒരു ഉറപ്പ് ഫീൽ ചെയ്യണം, ഇയാൾ കൊള്ളാം, ഇയാൾക്ക് ഒരു നല്ല പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചില സമയത്ത് കസ്റ്റമർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം, സാർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കരുത്, സാർ ഉദ്ദേശിക്കുന്ന അത് എൻ്റെ പ്രോഡക്റ്റിലില്ല, സാറിന് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം. ചില കാര്യങ്ങളിൽ നോ പറയുമ്പോഴാണ് നിങ്ങളുടെ ആ സെർട്ടനിറ്റിയുടെ പവർ ഒരു അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം ലോ ഓഫ് സെർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാലന്റുകളിൽ, ഒരു കഴിവുകളിൽ ഒന്നാണ്. നീ എന്ത് ഇതായാലും നമ്മൾ ഉറപ്പായി തന്നെ അത് ഡീൽ ചെയ്യുക. അത് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവണം, അതേ സമയത്ത് തന്നെ നമ്മളുടെ വേർഡ്സിലും ആക്ഷനിലും ഉണ്ടാകണം. മുഖത്ത് നോക്കി സംസാരിക്കണം, നല്ല ഓപ്പൺ ബോഡി ലാംഗ്വേജിൽ സംസാരിക്കണം. ഒരിക്കലും ക്രോസായിട്ട് കൈ കെട്ടിയോ ക്രോസായി കാല് കെട്ടിയോ നിന്ന് നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ കണ്ണുകളുടെ ചലനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 24 മണിക്കൂറും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ചില കേസുകളിലെങ്കിലും സെയിൽസിന് നല്ലതല്ല. എന്നാലും നമ്മൾ സംസാരിക്കണം. നമ്മൾ സെർട്ടനിറ്റി പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഗൗരവം നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുമ്പോൾ ആ ഇമോഷൻസ് നമ്മുടെ ടോക്കിൽ, നമ്മുടെ മുഖത്തും ഉണ്ടായിരിക്കേണ്ടതാവണം. ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നമുക്ക് ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സംസാരിച്ചത് ലോ ഓഫ് സെർട്ടനിറ്റിയാണ്. ഒരു സെയിൽസ്മാൻ അറിഞ്ഞിരിക്കേണ്ട, ഫോളോ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ ഒന്നാണ്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള എനിക്ക് പ്രചോദനകരമായ വാക്കുകളാണ്. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണോ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.